ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യമായി പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മളിത് ആ ചോറ് വേകാനായി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചോറ് ഇവിടെ വേവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കാം. നമ്മൾ ഇന്നിവിടെ മുരിങ്ങയും ചക്കക്കുരുവും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരു 3 വിസിൽ, ഒരു ഫുൾ വിസിലും പിന്നെ 2 വിസിൽ സിമ്മിലിട്ട് കൊടുക്കാം. ഇനി ഈ നേരം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? നമ്മുടെ ചെറിയുള്ളിയും മാങ്ങയും അതുപോലെ തന്നെ ചുട്ട ഉണക്കമുളകൊക്കെ വെച്ച് നമ്മൾ അമ്മിയിൽ അരച്ച ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളക് എടുത്ത് വെച്ചിരിക്കുന്ന ചുട്ട ഉണക്കമുളകും കുറച്ച് കല്ലുപ്പും കൂടി കൂട്ടി അമ്മിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തൊന്ന് നന്നായിട്ട് അരച്ച് ചതച്ചെടുക്കണം. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് മാങ്ങാ കഷ്ണങ്ങളാണ് ചേർക്കുന്നത്. മാങ്ങയും ചേർത്ത് നന്നായി ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ ചേർത്ത് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ ചമ്മന്തിയുടെ പാകത്തിന് നന്നായിട്ട് അരച്ച് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ അമ്മിയിലൊക്കെ നമ്മൾ ചതച്ച് ഉരുട്ടിയെടുക്കുന്നതൊക്കെ ഇപ്പോൾ അപൂർവമായിരിക്കില്ലേ? ഞങ്ങളിവിടെ കൂടുതലായിട്ട് ഇപ്പോൾ അമ്മിയാണ് ഉപയോഗിക്കാറുള്ളത്. ചമ്മന്തിയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ടേസ്റ്റിൽ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ അമ്മിയെ ആശ്രയിക്കാറാണ് പതിവ്. ഇതുപോലെ നമുക്ക് ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചക്കക്കുരു എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വിസിലൊക്കെ തുറന്ന് നോക്കി, ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് കറിയിലൊക്കെ നന്നായിട്ട് വെന്ത ചക്കക്കുരു ആയിരിക്കും നല്ലതായിട്ടുണ്ടാവുക. നോക്കൂ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ സമയത്താണ് നമ്മൾ കറിയിലേക്ക് ആവശ്യമായ ഉപ്പിടുന്നത്. സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയാലോ? അതിനായി നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കാര്യം ചക്കക്കുരു ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യത്തിന് കൊഴുപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ 1-2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ജീരകം, ഒരു ചെറിയ പിടി ജീരകം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് വേണ്ട ഉപ്പോ എരിവോ എന്തെങ്കിലും എല്ലാം കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറി ഒന്നാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് തിളവരട്ടെ. നമുക്ക് ഇതിലേക്ക് കടുക് വറക്കാം. അതിനായി നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചക്കപ്പപ്പടം വറുത്തെടുക്കാം. ഞങ്ങൾ ഇവിടെ പപ്പടം വല്ലാതെ ഉപയോഗിക്കുന്ന ആളുകളല്ല. നമ്മൾ ചക്കപ്പപ്പടം അതുപോലെയുള്ള കൊണ്ടാട്ടം, വറ്റൽ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചക്കപ്പപ്പടമാണ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവർ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കണേ. നമുക്ക് ഊണ് വിളമ്പിയാലോ? അതിനായി നമ്മൾ നല്ല ആവി പറക്കുന്ന ചൂട് കുത്തരി ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ മുരിങ്ങയും ചക്കക്കുരും ചേർത്ത കറി, അതുപോലെ നമ്മുടെ അമ്മിയിൽ അരച്ചെടുത്ത ചമ്മന്തി, പപ്പടം, കണ്ണിമാങ്ങ അച്ചാർ എന്നിവയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.